ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ പബ്ലിക് എക്സാം ഫിസിക്സിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഓൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ലൈവായിട്ട് ഞാനും ജസീൽ സാറും വരുന്നുണ്ട്. 14 ചാപ്റ്റേഴ്സിലെ എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ഒരൊറ്റ ലൈവ് കൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സൂപ്പർ 60 ഉണ്ട്, അതും നിങ്ങൾ മറക്കരുത്. 2 ലൈവും കൃത്യമായി തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഉള്ള 12 hours ലൈവ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേടാ. ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്തായാലും ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. 45 മാർക്കോളം നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ. ഇതുപോലൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ മോഡൽ എക്സാം സമയത്ത് ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ആദ്യത്തെ കുറച്ച് കമന്റുകളാണ്, സാർ ഇത് മാത്രം പഠിച്ചാൽ മതിയോ, ഈ ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വരുമോ, ഇത് മാത്രം പഠിച്ചാൽ ഡബിൾ പാസ് മാർക്ക് കിട്ടുമോ എന്നൊക്കെ പല കുട്ടികളും വലിയ കൺസേണോടുകൂടി തന്നെ ചോദിക്കുകയുണ്ടായി. മക്കളെ, നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏകദേശം 25 മാർക്കോളമാണ് ആ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്നും മാത്രം പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ആ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രം പഠിച്ചൊരു കുട്ടിക്ക് സിംപ്ലി 25 മാർക്കോളം അടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. സോ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും പോസിബിലിറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്തും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇത് മാത്രം പഠിച്ചാൽ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ പറയില്ല. ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. റെഡിയല്ലേ? സോ നമുക്ക് കടന്നാലോ. ഇതെല്ലാം കംപ്ലീറ്റ്ലി അവസാനത്തെ 7-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ്. സോ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. ജസ്റ്റ് സ്ലൈഡ് മാത്രം സ്പീഡപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലതും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. ഈ കാണുന്ന ചോദ്യങ്ങൾക്കപ്പുറം ഞാൻ പലതും പറയുന്നുണ്ട്, അത് പലരും നിങ്ങൾ മിസ്സാക്കാറുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നൊന്ന് കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് സ്ലൈഡ് മാത്രം നോക്കിയിട്ട് പോകരുത് കേട്ടോ. സോ മക്കളെ, തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്. അതിൽ നിന്ന് വലിയ ഒരു പോസിബിലിറ്റിയുള്ള സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അവയുടെ പ്രോപ്പർട്ടീസും. ഇതുപോലൊരു ചിത്രം നൽകിയിട്ട് ഏതുതരം ചാർജാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് അറിയണം. പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നെഗറ്റീവ് ചാർജിന്റെ എങ്ങോട്ടാണ്, ഒരു പോസിറ്റീവും നെഗറ്റീവും വെച്ചാൽ എങ്ങനെയാണ്, 2 പോസിറ്റീവുകൾ വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ലൈനിൽ നമ്മളൊരു പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമോ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുമോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ആദ്യത്തെ ചോദ്യമാണ്. ഒരു 3 മാർക്കിന് ഇത്തരം ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു 100% അഷ്വറൻസ് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും സാധ്യതയേറിയ ചോദ്യം ഏതാണ്? യെസ്, സ്പെറിക്കൽ ഷെൽ. സ്പെറിക്കൽ ഷെൽ ഓറിയന്റഡ് ആയ ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അത്രയും പോസിബിലിറ്റി ഉള്ള ചോദ്യമാണ്. മോഡൽ എക്സാം ഇത് ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് കൂടി ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഗോസസ് തിയറം ആദ്യം സ്റ്റേറ്റ് ചെയ്യാൻ എന്തായാലും അവർ ചോദിക്കും. ഗോഷിയൻ സർഫേസ് ഓറിയന്റഡ് ആയ ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിമിലറേ അടുത്തതായിരിക്കും സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെറിവേഷൻ. ഇവിടെ ഞാൻ പറഞ്ഞതിൽ ഔട്ട്സൈഡ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതിന് പുറമെ ഇൻസൈഡ് പഠിക്കണം, അതുപോലെ തന്നെ സർഫേസിലുള്ളതും പഠിക്കണം. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. സോ ആ ഒരു ഫിനോമിന ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ വരും. ഇടിമിന്നൽ സമയത്ത് കാറിനകത്തിരിക്കുന്നത് സേഫ് ആണോ? സേഫ് ആണ്, കാരണം ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, അത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരാം. അതുപോലെ തന്നെ ഗോസസ് തിയറം ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കാം. ന്യൂമറിക്കലിനകത്ത് ഞാൻ കൃത്യമായിട്ട് 12 hours ലൈവിൽ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ സീരീസിനകത്തും പഠിച്ചാണ്. ഒരു ക്യൂബിനകത്ത് ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ക്യൂബിന്റെ ഒരു ഫേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ. സോ മക്കളെ, അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കുന്നു. ഏറ്റവും പോസിബിലിറ്റിയുള്ള, എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ. C Ka(ε0/d) അല്ലെങ്കിൽ C(A)(ε0/d). അത് ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിച്ചിരിക്കും, നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. സീരീസും പാരലലും ചോദിക്കാം. നമ്മുടെ മോഡൽ എക്സാമിന് സീരീസ് ചോദിച്ചു. സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, പാരലൽ കോമ്പിനേഷൻ ഓറിയന്റഡ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. സീരീസിന്റെയും പാരലലിനെയും പഠിക്കണം. മോഡലിൽ ചോദിച്ചു എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ ചോദിക്കില്ല എന്നില്ല. ഇവിടെ ഞാൻ പാരലൽ കൊടുത്താൽ പോലും നിങ്ങൾ രണ്ടും പഠിച്ചിരിക്കണം. സീരീസിന്റെയും പാരലലിന്റെയും ഇതേപോലെ പഠിക്കണം കേട്ടോ.
സീരീസും പാരലും പഠിച്ചിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഓറിയന്റഡ് ആയി ന്യൂമറിക്കൽസും പരീക്ഷയ്ക്ക് വരും കേട്ടോ. അതായത് ഒരു സർക്യൂട്ട് നമുക്ക് നൽകിയിട്ട് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ, ചാർജ് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽസ് ഒക്കെ പരീക്ഷയിൽ വരും. കൃത്യമായി തന്നെ പഠിച്ചു വെക്കാനാണ്. അടുത്ത ചോദ്യം നിങ്ങളിൽ പലരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ചോദ്യമായിരിക്കും, പക്ഷെ നിങ്ങൾ പഠിക്കണം. പോളാർ നോൺ പോളാർ മോളിക്യൂൾസ്, അവയുടെ എക്സാമ്പിളുകൾ. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ അവന്മാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ലൈക്ക് അത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇതിന് പുറമെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ സിംപ്ലി പറയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് അത് ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണം. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിൽ നമ്മൾ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം വർക്ക് ചെയ്യണം. സോ അത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ നിരന്തരം ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി. എന്തായാലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓറിയന്റഡ് ആയത് ചോദ്യം ചോദിക്കും. ഇവിടെ ഞാൻ അലോയ്സും സെമി കണ്ടക്ടറുമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ കണ്ടക്ടേഴ്സിൻ്റെയും നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. മൂന്നിൻ്റെയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോന്നും എങ്ങനെയാണ് ആ ഇക്വേഷൻ വൈസ് പറയുക എന്ന കാര്യം കൂടി നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ മെറ്റൽസിനെ ഞാൻ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ നൽകിയിട്ടുണ്ട്, അലോയ്സിന് നൽകിയിട്ടുണ്ട്. എല്ലാം കൃത്യമായി തന്നെ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരു 3 മാർക്കിൻ്റെ ചോദ്യം ഹോപ്പ്ഫുള്ളി എൻ്റെ പ്രതീക്ഷ കിർച്ചോഫ് റൂള് കൃത്യമായി തന്നെ സ്റ്റേറ്റ് ചെയ്യുക. അവിടെ വോൾട്ടേജ് റൂൾ എന്ന് പറഞ്ഞു. മക്കളെ, വോൾട്ടേജ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂപ്പ് റൂളിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് റൂൾ എന്ന് പറയുക. ജംഗ്ഷൻ റൂളിനെ കറണ്ട് റൂൾ എന്നാണ് പറയുക. സോ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. അതിൽ നിന്ന് വീസ്റ്റൺസ് പ്രിൻസിപ്പിളിലൂടെ എന്താ പറയുക, വീസ്റ്റൺ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യുക, അഥവാ വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ അറൈവ് ചെയ്യുക. ദാറ്റ് ഈസ് P/Q = R/S. P/Q = R/S. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, അന്തസ്സായിട്ട് നിങ്ങളെ പഠിപ്പിച്ചതല്ലേ. ഇത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം, ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും പഠിച്ചിരിക്കണം. ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അടുത്തതിലോട്ട് കിടക്കാം. എന്തായാലും ഇത് ചോദിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ മനസ്സ് പറയുന്നു, അത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. ബയോട്ട്-സാവേർട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുക. സർക്കുലർ ലൂപ്പ്, ഒരു സംശയവും വേണ്ട, സർക്കുലർ ലൂപ്പിൻ്റെ ചോദ്യം എന്തായാലും പരീക്ഷയിൽ ഉണ്ടായിരിക്കും. എന്തായാലും പഠിച്ചു വയ്ക്കുക. നല്ല പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത സാധ്യതയേറിയ ചോദ്യം ഇതാണ്. അതായത് ഗാൽവനോമീറ്ററിൻ്റെ കൺവേർഷൻ. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഗാൽവനോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നിങ്ങൾ പഠിക്കണം. അതിന് പുറമെയാണ് ഈ 2 കൺവേർഷൻസ് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് കൺവേർഷൻ? എങ്ങനെയാണ് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റുക, എങ്ങനെയാണ് അതിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുക എന്നൊരു കൺവേർഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഷണ്ട് റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസും ചോദിക്കാം. നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തതിലൂടെ പറഞ്ഞാലോ, 5ാമത്തെ ചാപ്റ്റർ. എന്തായാലും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വലിയ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു 2 മാർക്കിന് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പരീക്ഷയിൽ ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഉണ്ട്. നന്നായി തന്നെ നിങ്ങളത് പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു B പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാം. അവിടെ കമ്പയർ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് പാരാമാഗ്നറ്റിക്. ഇതിന് പുറമെ ഡയാമാഗ്നറ്റ് കൂടി ഉണ്ട്. സോ അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് പഠിക്കണം. എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കണം. ചിത്രം നൽകിയിട്ട്, ഡയഗ്രാം നൽകിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഒരു ചിത്രം അവർ നൽകും, ഒരു ഡയഗ്രാം നൽകിയിട്ട് അത് ഏതു തരം മെറ്റീരിയൽ ആണ് എന്ന് ചോദിക്കും. അത് പാരയാണോ ഡയാണോ അങ്ങനെ ചോദിക്കാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറയാം. എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കണം. ഓരോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെയും ഉദാഹരണങ്ങൾ, എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് വൺ, 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോഷണൽ EMF എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ലെൻസസ് ലോ. എന്തിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഫാരഡേസ് ലോ കൂടി അറിയണേ. ഫാരഡേസ് ലോ, ലെൻസസ് ലോ പോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഫാരഡേസ് ലോ. ലെൻസസ് ലോ കൃത്യമായിട്ട് നമുക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്രൊവൈഡ് ചെയ്യും. മോഷണൽ EMFൻ്റെ ഡെറിവേഷൻ, അതുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു ന്യൂമറിക്കൽ, ഒരു പ്ലെയിനിൻ്റെ ന്യൂമറിക്കൽ അല്ലേ. ഒരു എയറോപ്ലെയിന് നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുകയാണ്. സോ അവിടെയുള്ള ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന പോലുള്ള ചോദ്യം പരീക്ഷയിൽ എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ആ ചാപ്റ്ററിൽ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, പേഴ്സണലി എൻ്റെ ഏറ്റവും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ഈ ചോദ്യമാണ്. എന്താണ് മക്കളെ? ജനറേറ്റർ, AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ വർക്കിംഗ് ഒരു ഡയഗ്രാം ഉപയോഗിച്ച് കൃത്യമായി തന്നെ പറയുക. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഡിറൈവ് ചെയ്യുക. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് ഗ്രാഫ് വരയ്ക്കുക. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാക്കി പഠിക്കണം. ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ജനറേറ്റർ പരീക്ഷയിൽ വലിയ സാധ്യത കൊടുക്കേണ്ട ചോദ്യമാണ്. അടുത്തത് AC-ലോട്ട് വന്നു കഴിഞ്ഞാൽ എയ്തർ ഇൻഡക്ടർ ചോദിക്കും. ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് ഇൻഡക്ടറാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് കപ്പാസിറ്ററാണ്. രണ്ടും പഠിക്കണം, ഒരു കോംപ്രമൈസും ഇല്ല. ഇൻഡക്ടറും പഠിക്കണം, കപ്പാസിറ്ററും പഠിക്കണം. അടുത്ത സാധ്യത ഏതാണ്? ട്രാൻസ്ഫോമറാണ്.
ട്രാൻസ്ഫോമർ നല്ല പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ചുമ്മാ ഞാൻ പറയുന്നതല്ല. ട്രാൻസ്ഫോമർ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, എനർജി ലോസുകൾ എന്തൊക്കെയാണ്. എനർജി ലോസ് വലിയ സാധ്യത കൊടുക്കേണ്ട കാര്യമാണ്. എനർജി ലോസ്, ആ എനർജി ലോസ് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്ന കാര്യം കൂടി നിങ്ങൾക്കറിയണം. എനർജി ലോസ് എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുക എന്ന കാര്യം നിങ്ങൾക്കറിയണം. ഇപ്പോൾ കോപ്പർ ലോസ് എടുത്തു കഴിഞ്ഞാൽ തിക്ക് കോപ്പർ വയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ലോസുകൾ ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ എഡി കറന്റ് ലോസ് ആണെങ്കിൽ ലാമിനേറ്റ് ചെയ്യുക, ഹിസ്റ്ററിസിസ് ലോസ് ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് സോ അങ്ങനെ ഓരോ ലോസുകളും അതെങ്ങനെ മിനിമൈസ് ചെയ്യാം എന്ന കാര്യവും കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ആക്ച്വലി ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ടാന്ന് വെച്ചാണ്. കാരണം വലിയ മാർക്ക് വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിൻ്റെ അപ്ലിക്കേഷനും പഠിച്ചു വയ്ക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കറണ്ട്. ഏത് കറണ്ടാണ്? ID അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാവുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. സോ ആ കൃത്യമായ കറണ്ട് എന്താണ്, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, മോഡിഫൈ ആംബിയർ സർക്യൂട്ടൽ തിയറം എങ്ങനെയാണ് വരിക, മാക്സ്വെൽ ആണല്ലോ മോഡിഫൈ ചെയ്ത്. സോ അത് കൃത്യമായി തന്നെ അറിഞ്ഞു വെക്കണം. എല്ലാ അപ്ലിക്കേഷൻസും അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്തത് റേ ഒപ്റ്റിക്സ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എയ്തർ ലെൻസ് മേക്കേഴ്സ് ഫോമില്ല. ഇത് ലെൻസ് മേക്കേഴ്സ് ആണ്. എയ്തർ ലെൻസ് മേക്കേഴ്സ് ചോദിക്കും അല്ലെങ്കിൽ പ്രിസം ചോദിക്കും. ഒരു സംശയം വേണ്ട. ലെൻസ് മേക്കേഴ്സ് അല്ലെങ്കിൽ പ്രിസം ചോദ്യ പേപ്പറിൽ ഉണ്ട്. അഷ്യൂർഡ് ആണ്. ഏറ്റവും പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് അത് രണ്ടും ഇല്ല. സോ എന്തായാലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ട്. 100% ഷുവർ. ഒരു സംശയം വേണ്ട കേട്ടോ. അടുത്തതിലൂടെ നടക്കുവാണ്. നെക്സ്റ്റ് വേ എന്ന് വെച്ചാൽ 10ാമത്തെ ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്ററിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്ലെയിൻ വേവ് ഫ്രണ്ടിന് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന റിഫ്രാക്ഷൻ ആണ്. റിഫ്ലക്ഷനും ചോദിക്കാം. മോഡൽ എക്സാമിന് ചോദിച്ചെന്ന് പറഞ്ഞ് റിഫ്ലക്ഷൻ ചോദിക്കാതിരിക്കില്ല. റിഫ്ലക്ഷൻ പഠിക്കണം, റിഫ്രാക്ഷൻ പഠിക്കണം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഓരോ സോഴ്സും ഏത് ഷേപ്പിലുള്ള വേവ് ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണ്. സോ അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത് റെക്ടിഫയർ ആണ്. ഞാനിവിടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കാര്യമാണ് പറയുന്നത്. സിമിലർ വേ ഹാഫ് വേവും ചോദിക്കാം. ഹാഫ് വേവും പരീക്ഷയിൽ ചോദിക്കാം. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഹാഫ് വേവ് ചോദിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കില്ല എന്നല്ല, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഈ ചോദ്യങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. വലിയ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും ഇവിടെ പറയുന്ന പോലെ ഏറ്റവും വലിയ മാർക്കിന് ഈ ചോദ്യങ്ങളിൽ നിന്ന് പരീക്ഷയിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ഒരു സംശയം വേണ്ട മക്കളെ. സോ തുടർന്നുള്ള ലൈവ് ക്ലാസ്സുകൾ കൃത്യമായി കാണുക. എന്തായാലും ഏറ്റവും മികച്ച മാർക്ക് നേടാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 12 hours ലൈവിൽ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി. അതിനുശേഷം അടുത്ത നമ്മൾ ഡീൽ ചെയ്ത ചാപ്റ്റർ ഏതാണ്? അടുത്ത നമ്മൾ എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസും സെറ്റാക്കി എടുത്തു. ദെൻ ഇന്ന് നമ്മൾ എല്ലാ ന്യൂമറിക്കൽസും റെഡിയാക്കും. നാളെ സൂപ്പർ 60യിൽ ഇത്തവണ 60 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം നിങ്ങളെ പഠിപ്പിച്ചു. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 60 പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും സൂപ്പർ 60യിൽ. കൃത്യം 60 എണ്ണമായിരിക്കും സൂപ്പർ 60യിൽ ഉണ്ടാവുക. സോ എല്ലാവരും ഉണ്ടായിരിക്കണം. ഗംഭീരമാക്കാം നമുക്ക്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.